ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടിയിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ചീഫ് സെക്രട്ടറി സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ അതുല്യ രാമചന്ദ്രൻ നൽകും. അതുല്യ, വിശദാംശങ്ങൾ. രാഷ്ട്രപതി നിലവിൽ 4 ബില്ലുകളാണ് ഗവർണർ നിലവിൽ 4 ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ അനുമതിയിലേക്കായി അയച്ചിട്ടുള്ളത്. ഇതിൽ സർവകലാശാല ഭേദഗതി, അതായത് ചാൻസലർ സ്ഥാനത്ത് നിന്ന്, സർക്കാർ നിയന്ത്രണത്തിലുള്ള സർവകലാശാലകളിൽ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന സർവകലാശാല ഭേദഗതി ബില്ല്, അതുപോലെ തന്നെ സെർച്ച് കമ്മിറ്റിയിൽ, സർവകലാശാല സെർച്ച് കമ്മിറ്റിയിൽ 3 അംഗങ്ങൾക്ക് പകരം 5 അംഗങ്ങളാക്കുന്ന ബില്ല് അടക്കമുള്ള 4 ബില്ലുകളാണ് ഇപ്പോൾ ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതിയിലേക്കായി അയച്ചിട്ടുള്ളത്. ഈ അയച്ചതിനെതിരെ ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ TP രാമകൃഷ്ണൻ MLA ആണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നടപടി. ഗവർണർക്കും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ഗവർണർക്കും, ഇങ്ങനെ 2 ഗവർണർമാർക്കാണ് സുപ്രീം കോടതി സമാനമായ കേസിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് സമീപകാലത്ത് പഞ്ചാബിലും ഇതേ സമാനമായ ഒരു സംഭവം നടന്നിരുന്നു. പഞ്ചാബ് ഗവർണറെ ഇത്തരത്തിൽ സ്ഥാനത്ത് നിന്ന്, ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുകയും സർക്കാർ നിയന്ത്രണത്തിന് കീഴിൽ ചാൻസലറായി മുഖ്യമന്ത്രിയെ കൊണ്ടുവരികയും ചെയ്യുന്ന ബില്ലിന് നിയമസഭ അംഗീകാരം നൽകുകയും അത് ഗവർണർക്ക് അയക്കുകയും ചെയ്തിരുന്നു. ആ ബില്ലും ഇത്തരത്തിൽ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചപ്പോൾ രാഷ്ട്രപതി ആ ബില്ല് തള്ളുകയാണ് ഉണ്ടായത്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇവിടെയും ഗവർണർ ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നത്. ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാനുള്ള കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബില്ല് ഗവർണർ ഇത്രയും കാലം തടഞ്ഞു വെച്ചതും രാഷ്ട്രപതിക്ക് അയച്ചതും, രാഷ്ട്രപതി അതിൽ എന്താണ്, ആ ബില്ലിൽ രാഷ്ട്രപതി എന്താണ് രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നറിയാൻ ഹർജിക്കാരായ സംസ്ഥാനത്തിന് അവകാശമുണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് TP രാമകൃഷ്ണൻ MLA അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയും ഹർജി നൽകിയിരിക്കുന്നത്. ഈ രേഖകളിൽ, അതായത് രാഷ്ട്രപതിയും ഗവർണറും എന്താണ് ബില്ലുകളിൽ രേഖപ്പെടുത്തിയത് എന്നതറിയാനുള്ള അവകാശം വിനിയോഗിക്കുന്നു എന്നാണ് ഹർജിയിൽ പറയുന്നത്. ആ ഹർജിയിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരും ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം കേന്ദ്രത്തിൻ്റെ പരിധിയിൽ വരുമെന്നുള്ള നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഗവർണർ ആരോപിച്ചത്. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഇടപെടലുള്ള, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കൂടി തീരുമാനമെടുക്കാവുന്ന പട്ടികയിൽ വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള, രാഷ്ട്രപതിക്ക് ബില്ലുകൾ അയച്ച ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് ഗവർണർ പറഞ്ഞത്. എന്നാൽ സംസ്ഥാന സർക്കാരാകട്ടെ ഇത്തരത്തിൽ രാഷ്ട്രപതി ബില്ലുകൾ തടഞ്ഞു വയ്ക്കുകയും അനാവശ്യമായി അല്ലെങ്കിൽ അകാരണമായി ഈ ബില്ലുകൾക്ക് അനുമതി നൽകുന്നത് വൈകിപ്പിക്കുകയും അവസാന നിമിഷം എന്ന നിലയ്ക്ക് അത് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്യുന്നത് ഭരണഘടനയുടെ അവകാശങ്ങൾക്ക്, അല്ലെങ്കിൽ ഭരണഘടന തീർത്തും ഭരണഘടന വിരുദ്ധമാണ് എന്നായിരുന്നു സർക്കാരിൻ്റെ ആരോപണം. അതേസമയം ഗവർണർ ആകട്ടെ സർക്കാരിൻ്റെ നയങ്ങളെല്ലാം തന്നെ നിയമവിരുദ്ധമാണ് എന്നാണ് ആരോപിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഹർജിയിൽ ഗവർണർക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം അതിന് ദിവസങ്ങൾക്കകം മറുപടി നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ നവംബറിലാണ് സുപ്രീം കോടതി ഗവർണർമാർ, കേരളത്തിലെ ഗവർണർ മാത്രമല്ല പഞ്ചാബ് അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ നിയമസഭ പാസ്സാക്കിയ ബില്ലുകൾ അകാരണമായി തടഞ്ഞു വെക്കുന്നതിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിക്കുകയും അത്തരത്തിൽ ബില്ലുകൾ തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ ബില്ലുകൾ ഒപ്പിടാനായി അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്ന നടപടി അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുന്നത്. നവംബർ 10-നായിരുന്നു അങ്ങനെ ഒരു വിധി വന്നത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഗവർണർമാർ തടഞ്ഞു വെച്ചിരിക്കുന്ന ബില്ലുകളിൽ തീരുമാനം എടുക്കണം എന്ന ഒരു തീരുമാനം വരുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ 8 ബില്ലുകളാണ് കേരളത്തിൻ്റെതായി ഗവർണർ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. നിയമ ബില്ല് അടക്കമുള്ള 8 ബില്ലുകളാണ്. അതിൽ 4 സർവകലാശാലയും സർവകലാശാല ഭരണവും ആയി ബന്ധപ്പെട്ട, സർവകലാശാല നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട 4 ബില്ലുകളാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ അനുമതിയിലേക്ക് അയച്ചിട്ടുള്ളത്. സമാനമായ കേസുകളിലെ അനുഭവം നോക്കുകയാണെങ്കിൽ ഈ ബില്ലും രാഷ്ട്രപതി തള്ളാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളം ഇത്തരത്തിലൊരു ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഗവർണറുടെ അടുത്ത നടപടി എന്തായിരിക്കും എന്നുള്ളത്, നിയമപരമായി നീങ്ങാനാണോ അതോ എന്തായിരിക്കും അടുത്ത നടപടി എന്നത് നമുക്ക് വരും മണിക്കൂറുകൾ അറിയാം. വൃന്ദ. ശരി, അതുല്യ രാമചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.